ഇല്ലില്ല. കോൺഗ്രസിന്റെ ഏത് സുചിന്തിതമായ അഭിപ്രായങ്ങളും നമ്മൾ സ്വീകരിക്കും. ആവശ്യമായ കൺസൾട്ടേഷനൊക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷെ തീരുമാനം കോൺഗ്രസിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ മാറി വരുന്ന രാഷ്ട്രീയ അവസ്ഥയിൽ അവരെടുക്കുന്ന സുചിന്തിതമായ തീരുമാനങ്ങൾ നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇപ്പോൾ കേൾക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ പുതിയ ചില ഡെവലപ്മെൻറ്റ്സ് വന്നപ്പോൾ ആണല്ലോ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വരും എന്ന് പറയുന്നത്. അതൊരു ബ്രേവ് തീരുമാനമായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഏതാ ഇപ്പൊ ഇങ്ങനെ ആവുമ്പോ ഗുണം ചെയ്യുന്നതാണല്ലോ തോന്നുന്നത്. അതിപ്പോ കോൺഗ്രസ് ഇപ്പൊ ആ സിറ്റുവേഷനെ വളരെ ബ്രേവ് ആയിട്ട് നേരിടാൻ പോവാണ്, ധൈര്യപൂർവ്വം നേരിടാൻ പോവാണ്. അങ്ങനെ ആവുമ്പോ ജനങ്ങള് അതില് ഒരു നല്ല ഉശിര് കാണുമല്ലോ. അപ്പൊ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്നത് പിന്നെ കോട്ടല്ല, നേട്ടാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാ തോന്നുന്നത്. നിരീക്ഷണം നടത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. വിധിയൊക്കെ ജനങ്ങളുടെ കയ്യിലാണ്. പക്ഷെ വന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോവാനുള്ള തീരുമാനം ഒരു അപമാനകരമായ തീരുമാനവും അതിനെ നേരിടാൻ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന തീരുമാനം ഒരു ധീരമായ തീരുമാനമായിട്ടാണ് ജനങ്ങൾ കാണുക എന്നാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മാറിയ പരിതസ്ഥിതിയിൽ ബി ജെ പിയിലേക്ക് ഒരാൾ പോയി എന്നുള്ളത് ഒരു വിഷയമാവില്ല. മറിച്ച് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്പം എതിർപക്ഷത്തിന് ഗുണം ചെയ്യുന്ന ഒന്നായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഈ മറ്റ് സംസ്ഥാനങ്ങൾ ഗുജറാത്തിലോ യു പിയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിലൊക്കെ പോകുന്നതായിരുന്നു ഇതുവരെയും സിറ്റുവേഷൻ. ഈ ഇലക്ഷൻ മുന്നിൽ നിൽക്കെ ഇത്തരത്തിൽ കേരളത്തിൽ തന്നെ മുതിർന്ന ഒരു നേതാവിന്റെ മകൾ പോകുന്നത് LDFന് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചാരണത്തിൽ വലിയ നേട്ടമാവുക ഈ സമയത്തുള്ള പോക്ക്. മക്കൾ പോകുന്നതൊന്നും വലിയ കാര്യമില്ല. വാപ്പാര് പോകുമ്പോൾ നോക്കിയാൽ മതി ജീവിച്ചിരിക്കുന്നത്. അതൊന്നും വലിയ കാര്യമില്ല. മക്കൾക്ക് എന്താ കാര്യം? മക്കളൊക്കെ പിന്നെ വേറല്ലേ. അപ്പോൾ പിന്നെ മക്കളായിട്ടുണ്ടാക്കണം, അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോഴല്ലേ അവർ വാപ്പാൻ്റെ കെയറോപ്പിൽ അച്ഛൻ്റെ കെയറോപ്പിൽ പിന്നെ മകൻ പോവുക, അച്ഛൻ്റെ കെയറോപ്പിൽ മകൾ പോവുക. അതിനൊന്നും രാഷ്ട്രീയ കേരളം വലിയ പ്രാധാന്യം കൽപ്പിക്കൂല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല അച്ഛന്മാരെടുക്കുന്ന അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ ഇല്ലാതാക്കുന്ന തീരുമാനം പിന്നെ വരുന്നവരെടുത്താൽ അതിനെ ജനങ്ങൾ ഉൾക്കൊള്ളുമോ? അത് ഉൾക്കൊള്ളൂല. അത് അവരുടെ ഒരു മണ്ടത്തരം എന്നുള്ള നിലയിൽ ആളുകൾ കാണുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉത്തരേന്ത്യയിലെ സ്ഥിതി എനിക്ക് പറയാൻ കഴിയില്ല. ഇവിടെ അത് ജനങ്ങൾ പിന്നെ കൈവിട്ടുകളെ അങ്ങനെയുള്ള രാഷ്ട്രീയ തീരുമാനം എടുക്കാതെ ഇതൊക്കെ പറഞ്ഞു പോകുന്നവരെ പുച്ഛത്തോടു കൂടി രാഷ്ട്രീയ കേരളം കാണുള്ളൂ. ഏതാ അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള പ്രചരണമൊക്കെയാണ് വരിക. പോകുന്നവർക്ക് ഗുണകരമായ ഒരു പ്രചരണം അല്ലല്ലോ അത്. പോകുന്നവർക്കും ഗുണമല്ല, എടുക്കുന്നവർക്കും ഗുണമല്ല ആ പ്രചരണം. പ്രബുദ്ധ കേരളത്തിൽ അത് ചിലവാകില്ല. കാരണം എന്താ വെച്ചാൽ പേടിച്ചോടുന്നവന് പിന്നെ ജനം കൊടുക്കുന്ന സമ്മാനം പേടിത്തൊണ്ടൻ എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരം തീരുമാനങ്ങളുടെ കൂടെ ആളുണ്ടാവില്ല, കൊണ്ടുപോയിട്ട് കാര്യവും ഉണ്ടാവില്ല, കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയിട്ട് കാര്യവും ഉണ്ടാവില്ല. ചില മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ചർച്ചയൊക്കെ കേരളത്തിലെങ്കിലും LDF UDF നേരിട്ടുള്ള പോരാട്ടമല്ലേ BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള റോളാണ്? അല്ല, കേരളത്തിൽ ഇതുവരെയുള്ള ചരിത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പം BJPക്ക് ഇവിടെ വേരുകൾ ഉണ്ടാക്കാൻ കഴിയില്ല. അത് ഒരു പച്ച പരമാർത്ഥാണ്. അവർ സ്വാഭാവികമായി അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പല പരീക്ഷണം നടത്തി നോക്കാൻ. ഇവിടെ പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFനൊരു മേൽക്കൈ ഉണ്ടാവും. അതാണ് കാണുന്നത്.